ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ബിണ്ടി കുർക്കുറെ. അതിനാവശ്യമുള്ള ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, പിന്നെ മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ചാട്ട് മസാല. ഇനി നമുക്ക് എങ്ങനെയാണത് കട്ട് ചെയ്യണ വിധം കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്രയും സൈസുള്ള ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ രണ്ടായി മുറിച്ച് എടുത്തു. ഇനി അതിനെ നമ്മൾ ഹാഫായി മുറിച്ച് അതിനെ പിന്നെയും ഹാഫായിട്ട് മുറിച്ചെടുക്കുക. ഇതാണ് കട്ട് ചെയ്യേണ്ട രീതി. ഓക്കെ, എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ പറഞ്ഞ പൊടികൾ എല്ലാം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സോൾട്ട്, ഇതിനാവശ്യമുള്ള സോൾട്ട് യൂസ് ചെയ്യാം. എത്ര ആവശ്യമുള്ള സോൾട്ട്. പിന്നെ അതിന് വേണ്ട സ്പെഷ്യലായിട്ട് നമ്മൾ വേറെ ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ 4 സ്പൂൺ കടലമാവും പിന്നെ 2 സ്പൂണ് അരിപ്പൊടി കൂടിയിട്ട് ആഡ് ചെയ്യണം. അതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ശരി, ഹോം മെയ്ഡ് അല്ല ഇപ്പോൾ വാങ്ങുകയാണെങ്കിലും, നമ്മളിപ്പോൾ വാങ്ങിയതാണ് ഇപ്പം യൂസ് ചെയ്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എന്നാലേ അതിൽ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ പൗഡറായിട്ട് കിടക്കും. അപ്പം കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യും. എല്ലാം കൂടി നല്ലോണം യോജിക്കും. മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 15-20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇപ്പം എണ്ണ ചൂടായി നന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ലൊരു ഡിഷാണ്. കേർഡ് റൈസിൻ്റെ കൂടി എടുക്കാം. ഇപ്പം നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിണ്ടി കുർക്കുറെ. നല്ല ക്രിസ്പിയായി. ഈ സമയത്ത് കോരിയെടുക്കണം. അധികം വായിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ സ്മെല്ല് വരും. ഇത് കറക്റ്റ് ടൈം എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇപ്പം നമുക്ക് സെക്കൻഡ് ബാച്ച് ഇടാം. പാത്രത്തിലേക്ക് കുർക്കുറെ ബിന്ദി റെഡി. ലെമൺ ജ്യൂസ് മേലെ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് പെരുമാറാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.